ഹലോ, ഞാൻ ഇന്നുണ്ടാക്കിയൊരു ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു 150 ഗ്രാമിൻ്റെ ഒരു ക്യാരറ്റാണ്. അത് ഇതുപോലെ ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത ശേഷം ചെറുതായിട്ട് പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ക്യാരറ്റ് കവർ ചെയ്യാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഒത്തിരി വെള്ളത്തിൽ ഇത് വേവിക്കരുത്. ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് കവറായി നിൽക്കണം മാത്രം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇതിനൊന്ന് അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതേ സമയം കുറച്ച് ചവ്വരിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരിയുടെ ആ ഒരു വൈറ്റ് കളർ പോയിട്ട് ട്രാൻസ്പാരൻ്റ് ആയി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം സെറ്റാക്കി എടുത്ത് ഒരു അരമണിക്കൂറിന് ശേഷം ഒന്ന് തണുത്ത് വന്നതിന് ശേഷം കേട്ടോ ക്യാരറ്റ് ഇതുപോലെ ജ്യൂസറിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ ഒരു വേവിച്ച് വെച്ച വെള്ളത്തോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് ഷുഗർ ചേർത്താലും മതി, പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പോൾ ഒന്നൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് കോൾഡ് മിൽക്കാണ്. 1/2 കപ്പ് ഫുള്ളായിട്ട് ഒഴിക്കരുത്. ഒരു 1/2 കപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വെച്ചേക്കുന്ന 1/2 കപ്പിൽ നമ്മൾ ബാക്കി വെച്ചേക്കുന്ന ആ മിൽക്ക് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ആദ്യം തന്നെ എല്ലാം ഒരുമിച്ചിട്ട് അടിച്ചെടുത്താൽ ചിലപ്പോൾ അടിഞ്ഞു കിട്ടാൻ പണിയായിരിക്കും. അതാണ് കുറച്ചെടുത്ത് അടിച്ചെടുത്തത്. ഇപ്പോൾ ഇതൊരു വെസലിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ അത് അധികം തിക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ആകുമ്പോൾ ഒന്ന് തിക്നെസ് കുറഞ്ഞ ജ്യൂസ് ആയിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് ഐസ് കോൾഡ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ അനാർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടീസ്പൂൺ കൊത്തി അരിഞ്ഞേക്കുന്ന ആപ്പിൾ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാമും കൂടെ ചെറുതായിട്ട് പീസാക്കി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സാഗോ സീഡ്സ് ഉണ്ടല്ലോ, വേവിച്ച് വെച്ചിരിക്കുന്നത്, അത് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാഗോ സീഡ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് കൂട്ടിക്കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരല്പം മാത്രം ചേർക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് കസ്കസ്, കറുത്ത നമ്മുടെ കസ്കസ് ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റിയ നല്ലൊരു ജ്യൂസാണ്. ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ നല്ലൊരു ചേഞ്ച് തന്നെ ആയിരിക്കും ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് അല്പം ഐസ് ക്യൂബ്സ് കൂടെ ചേർത്താൽ സെറ്റായിട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ബൈ.